സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിനമാണല്ലോ. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തോട് അത്രമാത്രം ഇണങ്ങിച്ചേർന്ന ഒരു വ്യക്തിത്വം. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ സുഹൃതമാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ചേർന്ന ഒരു വ്യക്തി. ദൈവഹൃദയം തിരിച്ചറിഞ്ഞ് ആ ഹൃദയത്തോട് ഒന്നാകാൻ ആഗ്രഹിച്ചൊരു വ്യക്തി. ഈ ഫ്രാൻസിസിൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ക്ഷീണിതമായ ശരീരത്തോടുകൂടി ഉപവാസവും പ്രാർത്ഥനയും, അങ്ങനെ ആ ക്ഷീണിതമായ ശരീരം വെറും തറയിൽ കിടന്നുറങ്ങുന്ന ഒരു ജീവിതം. പലപ്പോഴും ഈ തറയിൽ ചാരിയിരിക്കുകയെന്നാണ് പറയുന്നത്. ഞാൻ റോമിൽ ഈ ഫ്രാൻസിസ് അസീസി കിടന്ന ഈ തറയൊക്കെ കണ്ടിട്ടുണ്ട്, ഗുഹയൊക്കെ കണ്ടിട്ടുണ്ട്. കല്ലിന് തലയോണയ്ക്ക് പകരം കല്ലോ അല്ലെങ്കിൽ മരക്കഷ്ണമോ ഏതെങ്കിലും ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും ഉറങ്ങുന്നത്. അപ്പം ഇങ്ങനെ ഈ വളരെ ക്രിസ്തുവുമായി, ദരിദ്രനായ ക്രിസ്തുവുമായി അത്രമാത്രം ഒട്ടിച്ചേരാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തി. ഈ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ നല്ല മഞ്ഞൊക്കെ പെയ്യുന്ന സമയത്ത് കട്ടി കുറഞ്ഞ വസ്ത്രമൊക്കെ ധരിക്കുമ്പോൾ ഈ ശൈത്യത്തെ എങ്ങനെ അതിജീവിക്കും എന്ന് സഹോദരന്മാർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. സ്വർഗീയ ഭവനത്തെക്കുറിച്ചുള്ള ഒരു ജ്വലനം ഹൃദയത്തിൽ ഉണ്ട് എങ്കിൽ ബാഹ്യമായ ഈ ശൈത്യത്തെ നിസാരമായി കരുതാനും ഈ ശൈത്യത്തോട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് പറ്റും എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ദൈവസ്നേഹത്തിൻ്റെ അഗ്നി, സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത, തീഷ്ണത ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന് മഞ്ഞ് പെയ്യുമ്പോൾ നേർമയുള്ള അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ വസ്ത്രം ധരിക്കുമ്പോൾ ശരീരം തണുത്ത് ഉറഞ്ഞു പോകുന്നുണ്ടോ എങ്കിലും അതിനെ അതിജീവിക്കാൻ ഉള്ളിലുള്ള ദൈവസ്നേഹത്തിൻ്റെ അഗ്നി അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹൃദയത്തോട് അനുരൂപപ്പെട്ട ഒരു ജീവിതം, തീഷ്ണതയുള്ള ജീവിതം, ദൈവത്തിൻ്റെ ഹൃദയത്തോട് ഇണങ്ങിയ ജീവിതം എന്ന് പറയുമ്പോൾ തീഷ്ണതയുള്ള ഒരു ജീവിതം, ദൈവത്തോടുള്ള തീഷ്ണത, ഈശോയോടുള്ള തീഷ്ണത, സ്വർഗത്തെ കുറിച്ചുള്ള തീഷ്ണത, ദൈവിക കാര്യങ്ങളുമായിട്ടുള്ള തീഷ്ണത, ഇതെല്ലാം ജീവിതത്തിലുണ്ടായിരുന്നു. അതാണ് റോമ 12:15 പറയുന്നില്ല, തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിച്ച് നിങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കണം. ഇപ്പൊ ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നതാ തീഷ്ണത അവന്റെ ജീവിതത്തിലുണ്ട്. അവൻ ഏത് കാര്യം ചെയ്താൽ വന്നാലും അതൊരു തീഷ്ണതയാണ്. പ്രാർത്ഥന തീഷ്ണതയുള്ള ഒരു കാര്യമാണ്. അത് കുടുംബ പ്രാർത്ഥനയാകട്ടെ, വ്യക്തിപരമായ പ്രാർത്ഥനയാകട്ടെ, തീഷ്ണതയുണ്ടാകും. അതിന് വില കൊടുക്കും, അതിന് സമയം കണ്ടെത്തും. അതുപോലെ കൂദാശ ജീവിതങ്ങൾ, കുമ്പസാരം, വിശുദ്ധ കുർബാന, അതുപോലെ തന്നെ മറ്റ് കൂദാശ ജീവിതങ്ങൾ, ഇതിനോട് ഒരു തീഷ്ണതയുണ്ടാകും. കാരണം ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു വ്യക്തിയായിട്ട് മാറുമ്പോൾ സംഭവിക്കുന്ന വലിയ സുഹൃത്ത് എന്ന് പറയുന്നത് തീഷ്ണത. നമ്മൾ ഈ വിശുദ്ധന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ തീഷ്ണതയുണ്ടോ? ആത്മീയ കാര്യങ്ങളിൽ തീഷ്ണതയുണ്ടോ? ആത്മീയ ശുശ്രൂഷകളോട് തീഷ്ണതയുണ്ടോ? ദൈവവചനം വായിക്കാൻ തീഷ്ണതയുണ്ടോ? ജപമാലയിൽ പ്രാർത്ഥിക്കാൻ തീഷ്ണതയുണ്ട്. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വന്നിരുന്ന് കർത്താവിന്റെ സന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തീഷ്ണതയുണ്ടോ? അപ്പൊ ഈ ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ തീഷ്ണതയാണ്. അത് കുടുംബത്തോടുള്ള തീഷ്ണത, മക്കളുടെ ആത്മീയ കാര്യങ്ങളോട് തീഷ്ണത, അതുപോലെ നശിച്ചു പോകുന്ന ആത്മാക്കളോട് തീഷ്ണത, ദൈവസ്നേഹത്തിന്റെ അഗ്നി എല്ലാവരിലും എത്തണമെന്ന് ആഗ്രഹിക്കുന്ന തീഷ്ണത, ഇതെല്ലാം ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ജീവിതവും ഹൃദയവുമുള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകതയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. ഇപ്പൊ ദൈവത്തിന്റെ ഹൃദയത്തോട് അത്രമാത്രം തീഷ്ണതയോടെ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചപ്പോൾ ദാരിദ്ര്യത്തെ സ്വീകരിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഈ ഫ്രാൻസിസിന്റെ ജീവിതത്തെ കുറിച്ച് തന്നെ പറയുമ്പോൾ, ഫ്രാൻസിസ് അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്ത് ഫ്രാൻസിസിനെ അമ്മ പീക്ക പ്രസവിക്കാനായിട്ട് നോക്കുമ്പോൾ ഒത്തിരി ക്ലേശം അനുഭവിക്കുക, പ്രസവിക്കാൻ പറ്റുന്നില്ല, പ്രസവവേദനയോടുകൂടി ഞെരുങ്ങി പോവുകയാണ്. അങ്ങനെ ഇന്നത്തെ സംവിധാനമൊന്നുമില്ലല്ലോ, ആശുപത്രി സംവിധാനമൊന്നുമില്ല. പ്രസവ വേദന കലശലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, പ്രസവിക്കാൻ പറ്റുന്നില്ല, പ്രസവ വേദന കൂടിയിരിക്കുന്ന സമയത്ത് തീർത്ഥാടനം നടത്തിക്കൊണ്ടിരുന്ന
പോയിക്കൊണ്ടിരുന്ന ഒരു അപരിചിതൻ ഈ അമ്മയോട് പറയുകയാണ്, കാലിത്തൊഴുത്തിൽ പോയി കിടന്നാൽ മതി, നിനക്ക് സുഖപ്രസവം കിട്ടുമെന്ന് പറഞ്ഞു. ഒരു തീർത്ഥാടകനാണ്. തീർത്ഥാടകൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തീർത്ഥാടകൻ നടത്തുന്ന വ്യക്തിക്ക് ദൈവത്തോടുള്ള ഒരു തീഷ്ണതയുണ്ട്. ആ തീഷ്ണതയിൽ ജനിച്ച തീർത്ഥാടകൻ ഈ അമ്മയുടെ പ്രസവ വേദന അദ്ദേഹം തീർത്ഥാടനം പോയിക്കൊണ്ടിരുന്ന സമയത്ത് വഴിയിൽ വെച്ച് ഇതറിഞ്ഞ് ഈ അമ്മയോട് പറയുകയാണ്, നീ കാലിത്തൊഴുത്തിൽ പോയി കിടന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കാലിത്തൊഴുത്തിൽ പോയി കിടന്നു, സുഖപ്രസവവും കെട്ടി. അങ്ങനെ പ്രസവിച്ചുണ്ടായ കുഞ്ഞാണ് ഫ്രാൻസിസ് അസീസി. എന്ന് പറഞ്ഞാൽ ഈ ഫ്രാൻസിസിന്റെ ജീവിതം പോലും ദാരിദ്ര്യത്തിന്റെ ജീവിതം, അല്ലെങ്കിൽ ഒരു പുൽക്കൂട്ടിൽ പോയി കിടന്ന് പുൽക്കൂട്ടിൽ പൂജാതനായ ക്രിസ്തുവിനോടുള്ള ആ സ്നേഹത്തിൽ നിറയേണ്ട ഒരു വ്യക്തിയാണ് എന്ന് സ്വർഗം തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഈ ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ വളരെ സമ്പന്ന കുടുംബം അങ്ങനെ ആയിരുന്നിട്ട് പോലും ആ പ്രസവ സമയത്ത് ഒരു കാലിത്തൊഴുത്തിൽ പോയി കിടന്ന് പ്രസവിച്ച് അങ്ങനെ ക്രൂശിതനായ നസ്രത്തിൽ ജീവിച്ച ദരിദ്രനായ ക്രിസ്തുവിനോടുള്ള താതാത്മ്യപ്പെടുത്തൽ തൻ്റെ ജീവിതത്തിന്റെ പ്രാരംഭ നിമിഷം മുതൽ, ഈ ലോകത്തിൽ ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് ക്രിസ്തുവിനോടുള്ള ഒരു തീഷ്ണത, അതിലൂടെ അമ്മയുടെ തീഷ്ണത. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതുകൊണ്ട് ദരിദ്രനായ ക്രിസ്തുവിനോടുള്ള ആ ഐക്യപ്പെടൽ ഈ തീഷ്ണതയെ പിന്നിലുണ്ടായിരുന്നത് കൊണ്ട് ഈ ഫ്രാൻസിസ് പറയുന്നുണ്ട്, ഞാനൊന്നുമല്ല, ഈ ലോകത്തിലുള്ളത് ഒന്നുമല്ല, ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം സകലതിനെ ഉപേക്ഷിക്കുമ്പോൾ നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ ഫ്രാൻസിസ് അസീസി ഒരു പള്ളി പണിയാൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു പള്ളി പണിയാൻ വേണ്ടി അപ്പൻ്റെ കടയിൽ നിന്നും തുണിക്കടയിൽ നിന്നും സമ്പത്തെല്ലാം എടുത്തുകൊണ്ടുപോയി പള്ളി പണിയാൻ അച്ഛനെ ഏൽപ്പിച്ചപ്പോൾ ഈ അപ്പൻ ഈ പൈസ ഇങ്ങനെ നഷ്ടപ്പെട്ടു, പള്ളി പണിക്കൊണ്ടേ കൊടുത്തു എന്നറിഞ്ഞപ്പോൾ ഈ അപ്പൻ വന്ന് മെത്രാനച്ഛൻ്റെ അടുത്ത് വന്ന് പരാതി പറയുകയും ഈ അച്ഛനെയും ഈ ഫ്രാൻസിസിനെല്ലാം വിളിച്ചു ചോദിക്കുന്നത് സത്യമാണെന്നറിയുകയും അവസാനം തിരിച്ചു കൊടുപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതെല്ലാം എടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മേൽകൊണ്ടെല്ലാം ഊരി അപ്പന് കൊടുത്തിട്ട് പറഞ്ഞു, അപ്പൻ്റെതായിട്ടുള്ള എല്ലാം എടുത്തോളാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അർദ്ധനഗ്നനായിട്ട് നിൽക്കുക. അർദ്ധനഗ്നനായിട്ട് നിൽക്കുന്ന ഈ ഫ്രാൻസിസ് അസീസിയെ ആ മെത്രാനച്ഛൻ തൻ്റെ കാപ്പയ്ക്കുള്ളിൽ ചുരുട്ടിക്കൂട്ടി പൊതിഞ്ഞു പിടിച്ചു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദൈവത്തിന്റെ, യേശുവിന്റെ ദാരിദ്ര്യത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഈ ലോകത്തിലെ വസ്തുക്കളൊന്നും എൻ്റെ സ്വന്തമല്ല, ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്, ഇത് സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടു മാത്രമാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലൂടെ സകലതും ഉപേക്ഷിച്ച ദൈവമാണ് എൻ്റെ സർവ്വസ്വം എന്ന് പറയുന്ന ഒരു ജീവിതശൈലി ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയവർക്ക് പറയാൻ പറ്റൂ. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയ. നമുക്കറിയാം, ഇന്ന് എല്ലാം വാരിക്കൂട്ടണം, സ്വന്തമാക്കണം, മറ്റുള്ളവരെ കൈയടക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഫ്രാൻസിസ് ഒരു വേറിട്ട ഒരു ജീവിതമായി നമ്മുടെ മുമ്പിൽ നിൽക്കാൻ കാരണം ഇതാ. എല്ലാം ഈ ലോകത്തെ ഉച്ഛിഷ്ടം പോലെ, പൗലോസ്ലിയ പറയുന്നത് പോലെ, സകലതിനെയും ക്രിസ്തുവിനെ പ്രതി ഉച്ഛിഷ്ടം പോലെ ഞാൻ കരുതുന്നു എന്ന് സ്വന്തം ജീവിതത്തിൽ തെളിയിച്ച ക്രിസ്തുവിന്റെ ഹൃദയത്തിന് ചേർന്ന ഒരു വ്യക്തി. പറഞ്ഞേ ഹല്ലേലൂയാം, വളരെ പേർക്ക് പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഫ്രാൻസിസിന്റെ ജീവിതം എനിക്ക് ദൈവത്തെ മതി, ദൈവത്തെ മാത്രം മതി എന്ന് പറയുന്ന തീഷ്ണതയുള്ള ദൈവത്തിന്റെ ഹൃദയത്തിന് ചേർന്ന ഒരു ജീവിതം. അതുകൊണ്ട് അതിൽ കോംപ്രമൈസ് ഇല്ല, ഇതിൽ കോംപ്രമൈസ് ഇല്ല. കാരണം ആരെല്ലാം ഭൗതികമായ അറ്റാച്ച്മെന്റ് കൊണ്ട് വസ്തുക്കളോട് അറ്റാച്ച്മെന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ല. ഫ്രാൻസിസിന്റെ ജീവിതം കണ്ട ഒരു സഹോദരൻ സന്യാസ സഭയിൽ ചേരാൻ വേണ്ടി വരികയാണ്. അപ്പൊ സന്യാസ സഭയിൽ ചേരാൻ വന്നപ്പോൾ ഫ്രാൻസിസ് അസീസി അവനോട് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞു, എന്നിട്ട് വരാൻ പറഞ്ഞു. ഈ ആശ്രമത്തിൽ ചേരാൻ നീ വരണമെങ്കിൽ എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് വരാൻ പറഞ്ഞു, ഇങ്ങനെ അനുഭവിക്കാൻ പറഞ്ഞു. ഇവന് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോയി തൻ്റെ സമ്പത്തെല്ലാം അപ്പനും സഹോദരങ്ങൾക്കും ബന്ധുക്കൾക്കെല്ലാം കൊടുത്തിട്ട് തിരിച്ചു വന്നു. അപ്പൊ ഫ്രാൻസിസ് അസീസിക്ക് അത് മനസ്സിലായി. ദൈവിക ജ്ഞാനത്താൽ ഇത് മനസ്സിലാക്കിയ ഫ്രാൻസിസ് അസീസി അയാളോട് പറഞ്ഞു, നീ നിന്റെ വഴിക്ക് പോകോളാൻ പറഞ്ഞു, ഇവിടെ ചേരാനുള്ള ആളല്ലെന്ന് പറഞ്ഞു. നീ നിന്റെ വഴിക്ക് പോകോളാൻ പറഞ്ഞു, തിരിച്ചയച്ചു. എന്നിട്ട് പറഞ്ഞു, നീ നിന്റെ പിതാവിനെയും അതുപോലെ തന്നെ നിന്റെ സഹോദരങ്ങളെയും കുടുംബത്തെയും ഇതുവരെ നീ അകറ്റി നിർത്തിയിട്ടില്ല, നിന്റെ ഹൃദയത്തിൽ വെച്ചോണ്ടാണ് നടക്കുന്നത്, അതുകൊണ്ട് ഈ ചേരണ്ട, നീ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു വിട്ടു. എന്ന് പറഞ്ഞാൽ കോംപ്രമൈസ് ഇല്ല. ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ വ്യക്തിക്ക് കോംപ്രമൈസ് ഇല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളോട് കോംപ്രമൈസ് ഇല്ല. അതുപോലെ തന്നെ ഒരിക്കൽ ഈ ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ ഒരു ശിഷ്യന്മാരോടുകൂടി ഇങ്ങനെ വഴി കൂടി പോവുകയാണ്.
വഴി കൂടി പോകുമ്പോൾ വഴിയിൽ കിടന്ന ഒരു പണസഞ്ചി കിടക്കുന്നത് കാണുകയാണ്. ആദ്യം നഷ്ടപ്പെട്ടു ഒരു പണസഞ്ചി കണ്ടു. അപ്പോൾ ഈ പണസഞ്ചി വഴിയിൽ കിടക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് മോഹം തോന്നി അത് എടുക്കണമെന്ന്. അത് എടുത്തിട്ട് ഇപ്പം ശിഷ്യന്മാരായതുകൊണ്ട് എടുത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. നല്ല കാര്യമല്ലേ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഫ്രാൻസിസ് അസീസി പറഞ്ഞു എടുക്കണമെന്ന് പറഞ്ഞു. അനുവദിച്ചില്ല. അതിൽ പിശാചിൻ്റെ തന്ത്രമുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതുവരെ ഇവർക്ക് മനസ്സിലായോ? അവർ പിന്നെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക, എടുക്കണം, അതെടുത്തോട്ടെ, അത് പാവം കൊടുക്കാൻ മേലെ, പാവങ്ങളോട് സ്നേഹമില്ലാത്ത കരുണയില്ലാത്ത തൻ്റെ പിതാവ് എന്ന് വിചാരിച്ച് ഫ്രാൻസിസിനെതിരെ പ്രവൃത്തോണ്ട് ഇങ്ങനെ പോവുകയാണ്. വീണ്ടും ചോദിച്ചു ഇത് എടുക്കട്ടെ ചോദിച്ചു. അപ്പോൾ ഫ്രാൻസിസ് അസീസി പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു. എടുക്കാൻ പറഞ്ഞു. എടുത്ത ഈ പണക്കിഴി തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വലിയ വിഷമുള്ളൊരു സർപ്പം ചാടി ഇറങ്ങുകയാണ്. അപ്പോൾ ഫ്രാൻസിസ് അസീസി പറയുകയാണ്, ദാരിദ്ര്യ വ്രതമെടുത്ത സമർപ്പിതർക്ക്, സഹോദരങ്ങൾക്ക് പണക്കിഴികൾ പിശാചോ അല്ലെങ്കിൽ സർപ്പവുമാണെന്ന് പറഞ്ഞു. ദാരിദ്ര്യ വ്രതമെടുത്തവർക്ക് പണസഞ്ചികൾ, പണക്കിഴികൾ, സമ്പത്ത് പിശാചോ അല്ലെങ്കിൽ സർപ്പവുമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ജ്ഞാനം ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പൊ സമർപ്പണം ജീവിക്കുന്ന ഒരു വ്യക്തി കർത്താവിൻ്റെ വഴിയിൽ നിന്ന് വിട്ട് അറ്റാച്ച്മെന്റ് വസ്തുക്കളോട് പാടില്ല എന്ന്, വ്യക്തികളോടോ വസ്തുക്കളോടോ സമ്പത്തിനോടോ പാടില്ല എന്ന വ്യതിരക്തമായ ഒരു തിരിച്ചറിവ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ക്രിസ്തുവിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു ജീവിത ശൈലി, തീക്ഷ്ണത കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതം. നമുക്കതിൻ്റെ ഏത് അയലോകത്തെത്താൻ പറ്റുന്നില്ലെന്നുള്ളതാണ് വേറെ സത്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതിരുമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പഞ്ചക്ഷരമെല്ലാം കൊടുത്ത് ക്രിസ്തുവിന്റെ ആ 5 മുറിവുകൾ തൻ്റെ ശരീരത്തിൽ ലഭിക്കാൻ തക്ക വിധത്തിൽ ക്രൂശിതനോടുള്ള ആ ക്രൂശിതന്റെ ഹൃദയത്തിന് ഇണങ്ങിയ വ്യക്തിയായപ്പോൾ തനിക്കുള്ളത് കർത്താവ് കൊടുക്കുകയാണ്. ഈശോ കൊടുക്കുകയാണ്, പഞ്ചക്ഷരം കൊടുക്കുകയാണ്. യേശുവിന്റെ സഹനം എന്താ? കുരിശിലെ മരണം എന്താ? പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ്. പാപികൾ നിത്യനാശത്തിലും നരകത്തിലും പോകുന്നത് കൊണ്ട് അവരെ വീണ്ടെടുക്കാൻ തൻ്റെ ജീവിതത്തെ ബലിയായി കുരിശിൽ സമർപ്പിക്കണം എന്നത് പിതാവിൻ്റെ ഹിതം. ഇത് പിതാവിൻ്റെ ഹിതമാണ്. കുരിശിൽ മരിച്ച് കുരിശ് മരണം ഏറ്റെടുക്കുന്നത്. 6000-ലധികം കള്ളന്മാരെ കുരിശിൽ തറച്ച് കുരിശ് മരിക്കുക എന്ന് പറഞ്ഞാൽ അപമാനമായ ഒരു കാലഘട്ടം. ഈ അപമാനത്തിന്റെ കാലഘട്ടത്തിൽ കുരിശ് മരണത്തിലുള്ള നികൃഷ്ടമായ ഒരു മരണം, അപഹാസ്യമായ ഒരു മരണം കുരിശിൽ ഏറ്റെടുക്കുന്നതിലൂടെയാണ് പാപികളെ വീണ്ടെടുക്കാൻ, എന്നേക്കുമായി വീണ്ടെടുക്കാൻ, ഇനിയും ജനിക്കാനുള്ളവരുടെ പാപങ്ങൾക്ക് പോലും പരിഹാരം ചെയ്യാൻ ഇതാണ് വഴി എന്ന് പിതാവിന്റെ ഹിതമാണെന്നറിഞ്ഞപ്പോൾ യേശു അത് ഏറ്റെടുക്കാൻ തയ്യാറായപ്പോൾ, കുരിശുമരണത്തിലൂടെ അത് ഏറ്റെടുക്കാൻ തയ്യാറായി, അങ്ങനെ നിത്യജീവിതത്തിലുള്ള വഴി തുറന്നു തന്നുവെങ്കിൽ പാപികളെ മാനസാന്തര വഴി കുരിശിന്റെ വഴിയാണ് എന്ന് യേശു തിരിച്ചറിഞ്ഞപ്പോൾ യേശുവിനെ അനുഗമിക്കുന്നവർക്ക് ക്രൂശിതന്റെ വഴികൾ ഹൃദയത്തിന് ഇണങ്ങിയ വ്യക്തികളുടെ ജീവിതങ്ങളിൽ ഈ നിത്യനാശത്തിലേക്ക് പോകുന്നവരെ വീണ്ടെടുക്കാനുള്ള ഈ സഹനത്തിന്റെ ആഴം പഞ്ചക്ഷതങ്ങളെല്ലാം നൽകിക്കൊണ്ട് കർത്താവ് ചില ജീവിതങ്ങളെ ഉയർത്തുന്നതിന് കാരണം ക്രിസ്തുവിന്റെ ഹൃദയത്തിന് ഇണങ്ങി ഇവർക്ക് നൽകുന്നതാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. ഈ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങൾ പരിശോധിച്ചാൽ ക്രൂശിതനായ യേശുവിനോട് അങ്ങേയറ്റം അനുരൂപപ്പെട്ട ഒരു ജീവിതമായിരുന്നു എന്ന് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. കാരണം പഞ്ചക്ഷതം കിട്ടിയതിന് 2 വർഷങ്ങൾക്ക് ശേഷം, മാനസാന്തരത്തിന് 20ാമത്തെ വർഷം, ഫ്രാൻസിസ് അസീസി തൻ്റെ ഈ ലോക ജീവിതം അവസാനിച്ച് ദൈവസന്നിധിയിലേക്ക് യാത്ര പുറപ്പെടുക. അത് തിരിച്ചറിഞ്ഞു. തൻ്റെ ജീവിതത്തിന് അവസാനം വരാൻ പോകാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഫ്രാൻസിസ് അസീസി അവരോട് പറഞ്ഞു, പരിശുദ്ധ അമ്മയുടെ പോർസിംഗിള എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക്, ദേവാലയത്തേക്ക് കൊണ്ടുപോകണമെന്ന് പറയുക. അവിടെ കൊണ്ടുപോകണമെന്ന് പറയുകയാണ്. കാരണം തൻ്റെ ജീവിതത്തിൽ കൃപയുടെ ആത്മാവിനെ സ്വീകരിച്ച സ്ഥലമാണ് ഈ പോർസിംഗിള. അതുകൊണ്ട് കൃപയുടെ ആത്മാവിനെ സ്വീകരിച്ച സ്ഥലത്ത് തൻ്റെ ജീവന്റെ ആത്മാവിനെ സമർപ്പിക്കണമെന്നത് ഫ്രാൻസിസ് അസീസിയുടെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഫ്രാൻസിസ് അസീസി പറയുക, അവിടേക്ക് കൊണ്ടുപോകാൻ പറയുകയാണ്. പരിശുദ്ധ അമ്മയുടെ പോർസിംഗിലേക്ക് കൊണ്ടുപോകണം.
അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് അസീസി ഇങ്ങനെ പറയുകയാണ്, ശിഷ്യന്മാരോട് പറഞ്ഞു, ലോകത്തോട് പൊരുത്തപ്പെട്ടു പോകുന്ന യാതൊന്നും തനിക്കില്ല എന്ന്. തൻ്റെ ജീവിതത്തിൽ ലോകത്തോട് പൊരുത്തപ്പെട്ടു പോയ ഒരു കാര്യങ്ങളും തൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. അങ്ങനെ ആത്മീയ ചൈതന്യത്തിന്റെ ആ തീഷ്ണതയിൽ ഉജ്ജ്വലിച്ചു കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് അസീസി പറഞ്ഞു, തറയിൽ കിടത്താൻ പറഞ്ഞു. അങ്ങനെ തറയിൽ കിടക്കുകയാണ്. അപ്പൊ ആത്മീയമായ ഈ ചൈതന്യത്താൽ ജ്വലിച്ചു നിൽക്കുന്ന ഫ്രാൻസിസ് അസീസി തറയിൽ കിടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ചാക്കുവസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി നഗ്നനായിട്ട് കിടക്കുക, സ്വർഗത്തിലേക്ക് മുഖമുയർത്തി ഇങ്ങനെ കിടക്കുകയാണ്. വലത് മാറിലെ മുറിവ് മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി, ആ ആഴമേറിയ മുറിവ് കാണാതിരിക്കാൻ വേണ്ടി ഇടത് വഴി കൊണ്ട് അത് മറച്ചു പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി വലിയ തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യനിമിഷങ്ങൾ അദ്ദേഹം ചെലവഴിക്കുകയാണ്. അങ്ങനെ നഗ്നനായി കിടക്കുകയാണ്. നഗ്നനായി കിടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗാർഡിയനായിട്ടുള്ള ഒരു സഹോദരൻ ഒരു മേൽമുണ്ടും അടിവസ്ത്രവും അരിയിൽ കെട്ടാനുള്ള കയറും എടുത്തോണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തോട് പറയുകയാണ്, ഇത് കടവായിട്ട് തരാമെന്ന് പറഞ്ഞു. ഇത് കടവായിട്ട് തരാം. അപ്പൊ സ്വന്തമായ ഒരു വസ്തുവോ വസ്ത്രമോ പാടില്ല എന്ന് ചിന്തിച്ച് അത്രമാത്രം നഗ്നതയോ സ്നേഹിച്ച് ക്രൂശിതന്റെ വഴികളിലൂടെ നഗ്നനാക്കപ്പെട്ട ക്രിസ്തുവിന്റെ വഴിയെ പിഞ്ചെല്ലുന്ന ഫ്രാൻസിസ് നഗ്നനായി കുരിശിൽ കിടക്കുന്ന യേശുവിന് ഒന്നുമില്ലായിരുന്നു, സ്വന്തമായിട്ടൊന്നുമില്ല. അതുപോലെ യേശുവിനെ അനുഗമിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നഗ്നനായി അദ്ദേഹം തറയിൽ കിടക്കുമ്പോൾ വായ്പയായി കിട്ടിയ ഈ വസ്ത്രങ്ങൾ അദ്ദേഹം ധരിക്കുകയാണ്. വായ്പയായ കിട്ടിയ ഈ വസ്ത്രങ്ങൾ അദ്ദേഹം ധരിച്ച് അദ്ദേഹം ആ സമയത്ത് അവരോട് പറയുന്നുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ 1 മൈൽ ദൂരം പതുക്കെ പതുക്കെ നടന്ന് ആൾക്കാർ എത്തുന്ന സമയം ഈ വസ്ത്രങ്ങൾ മാറ്റി എന്നെ നഗ്നനായിട്ട് കിടക്കണമെന്ന് പറയാണ്. കാരണം കുരിശിൽ കിടക്കപ്പെട്ട ക്രിസ്തുവിനോട് തൻ്റെ ജീവിതത്തെ അനുരൂപപ്പെടുത്തണം. ആ ക്രിസ്തുവിനോട് തൻ്റെ മനസ്സിൽ ആ ക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞ് ആ ക്രൂശിതൻ നഗ്നനാക്കപ്പെട്ട് അവഹേളിക്കപ്പെട്ട് കിടക്കുന്നത് പോലെ തൻ്റെ ജീവിതവും ഒന്നുമില്ലായ്മയുടെ ഒരു ജീവിതമായി ക്രൂശിതനോട് അനുഗമിക്കണമെന്ന് ചിന്തിച്ച ഒരു ജീവിതം, തീഷ്ണതയുള്ള ഒരു ജീവിതം. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഇപ്പൊ ജീവിക്കുമ്പോൾ ക്രിസ്തുവിനെ അനുഗമിച്ച ഒരു ജീവിതം, മരിക്കാൻ കിടക്കുമ്പോൾ ക്രിസ്തുവിനെ അനുഗമിച്ച ഒരു ജീവിതം, മരണാനന്തരം കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ അനുഗമിച്ച ഒരു ജീവിത ശൈലി. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഇപ്പൊ പരിപൂർണമായും ക്രിസ്തുവിനെ അനുധാവനം ചെയ്ത ഒരു ജീവിതം ഫ്രാൻസിസിന്റെ ജീവിതം എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുക. ഒരു വേറിട്ട ഒരു ജീവിതം, വ്യതിരിക്തമായ ഒരു ജീവിതം. ഇപ്പൊ സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതമെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ, ഇതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ, വ്യതിരിക്തമായ വേറിട്ട ഒരു ആത്മീയ ശൈലി ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് പുൽകാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ലോകത്തിന്റെ വഴികളിലൂടെയും ഈ ലോകത്തോട് അനുരൂപപ്പെട്ടു പോകാനുള്ള ആത്മീയ വഴികൾ, അതിൻ്റെ വഴികളിലൂടെ പോകാൻ നമുക്ക് എളുപ്പമാണ്. വ്യതിരിക്തമായ ഒരു ആത്മീയ ജീവിതശൈലി ഫ്രാൻസിസ് ഇന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ്. തീഷ്ണതയേറിയ ഒരു ജീവിതം, തീഷ്ണതയിൽ മാന്ദ്യമില്ലാത്ത ഒരു ജീവിതം നയിക്കാൻ, ശുശ്രൂഷ ജീവിതം നയിക്കാൻ, കുടുംബ ജീവിതം നയിക്കാൻ, സമർപ്പിത ജീവിതം നയിക്കാൻ ഇന്ന് ക്രൂശിതനായ ക്രിസ്തുവിന്റെ ഒരു പടയാളിയായി തീർന്ന ഫ്രാൻസിസ് അസീസി ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഫ്രാൻസിസിനെ അനുഗമിക്കുന്ന വ്യക്തികൾ, ഫ്രാൻസിസിന്റെ ജീവിത വഴികളെ പുലുകേണ്ട നമ്മൾ, ഒരു മാതൃകയായി സ്വീകരിക്കേണ്ട നമ്മൾ, ഇതൊരു വെല്ലുവിളിയായി നമ്മൾ സ്വീകരിക്കണം. നമുക്ക് ഒഴുക്കിനെതിരെ നീന്താനുള്ള ഒരു ജീവിതമാണ്, ഒഴുക്കിനെതിരെ തിന്മയ്ക്കെതിരെ പടവെട്ടാനുള്ള ഒരു ജീവിതമാണ് ഇന്ന് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ക്രിസ്തുവിന്റെ മനസ്സറിയണം. പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നവരാ, ഞങ്ങൾക്ക് ക്രിസ്തുവിന്റെ മനസ്സറിയുന്നവരാണ്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ ഉത്തേജിപ്പിക്കുന്നു എന്ന് പറയുക. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ഇന്ന് ക്രിസ്തുവിന്റെ സ്നേഹം ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഉത്തേജിപ്പിക്കുകയുള്ളൂ. ഇന്ന് നമ്മുടെ ആത്മീയ ജീവിതങ്ങൾ മന്ദതയുടെ ജീവിതമാണ് എങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ കടന്നു വന്നിട്ടില്ല എന്നുള്ള മിനിമം പരിപാടി കൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കാമെന്നോ വിശ്വാസിയായി ജീവിക്കാമെന്നോ ആരും കരുതണ്ട. മിനിമം പരിപാടികൾ കൊണ്ട്
ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തെ ഉജ്ജ്വലിപ്പിച്ചേ പറ്റൂ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ പേര് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി മരിക്കാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ ജോലി ഞാൻ പൂർത്തിയാക്കി, ഇനി നിങ്ങളുടേത് നിങ്ങൾ പൂർത്തിയാക്കിക്കോളാൻ പറയുക. ദൈവം എന്നെ ഏൽപ്പിച്ച പദ്ധതികൾ, ദൈവത്തിന്റെ സ്വപ്നങ്ങൾ ഞാൻ പൂർത്തീകരിച്ചു, നിങ്ങളുടേത് നിങ്ങൾ പൂർത്തീകരിക്കണം, അതിന് ക്രിസ്തു നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറയാണ്. അത് പറഞ്ഞ് അദ്ദേഹം അവരെ ആശീർവദിക്കുകയാണ്. അവരെ ആശീർവദിക്കുക. അത് കഴിഞ്ഞ് ബൈബിൾ എടുത്ത് വായിക്കാൻ പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം, ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് യേശു കടന്നു പോകുന്നതിനെ കുറിച്ചുള്ള യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ വായിക്കാൻ പറയുകയാണ്. 1 മുതലുള്ള വചനങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ഒച്ചത്തിൽ വായിക്കാൻ പറയുകയാണ്. ഈ ഒച്ചത്തിൽ വായിക്കുന്ന വചനങ്ങൾ കേട്ടു. അതിനുശേഷം ഫ്രാൻസിസ് അസീസ് പറഞ്ഞു, സങ്കീർത്തനം 142-ന്റെ 2 ഒച്ചത്തിൽ വായിക്കാൻ പറയുകയാണ്. സങ്കീർത്തനം 142-ന്റെ 2-ാമത്തെ വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. അവിടുത്തെ സന്നിധിയിൽ എൻ്റെ ആവലാദികൾ ഞാൻ ചൊരിയുന്നു, എൻ്റെ ദുരിതങ്ങൾ ഞാൻ അവിടുത്തെ മുമ്പിൽ നിരത്തുന്നു. ഇത് ആവർത്തിച്ച് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആ വചനങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിൽ നിന്നും ആത്മാവ് സ്വർഗത്തിലേക്ക് യാത്ര പോവുകയാണ്. അവിടെ കൂടിയിരുന്ന ശിഷ്യന്മാരിൽ ഒരുവൻ ഇത് കാണുകയാണ്. വെണ്മയേറിയ ജ്വലിക്കുന്ന ആത്മാവിൽ നക്ഷത്രം പോലെ സ്വർഗത്തിലേക്ക് പോകുന്നത് അവിടെ കൂടിയിരുന്ന ആ സഹോദരന്മാരിൽ ഒരാള് സാക്ഷ്യപ്പെടുത്തുകയാണ്. തേരാതി ലവോറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആശ്രമത്തിന്റെ അധിപനായിട്ടുള്ള ഒരു ആശ്രമ ശ്രേഷ്ഠൻ, അദ്ദേഹത്തിന്റെ പേര് അഗസ്റ്റിൻ എന്നാണ്. തീക്ഷ്ണമതിയും ഭക്തനും ദൈവത്തിന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം മരിക്കാൻ കിടന്ന സംസാരശേഷി പരിപൂർണമായി ഏതാനും നാളുകളായിട്ട് പോയി. മരണക്കിടക്കയിൽ കിടക്കുന്ന ഈ സമയത്ത് മിണ്ടാൻ പോലും പറ്റാതെ കിടന്ന ഈ മനുഷ്യൻ, ഈ ആശ്രമശ്രേഷ്ഠൻ, ഇദ്ദേഹം ഒച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, പിതാവേ എന്നെ കാത്തു നിൽക്കൂ, ഞാനും വരിക എന്ന് പറയാണ്. സംസാരശേഷി നാളുകളായി പോയി മരണാസനായി കിടക്കുന്ന ഈ ആശ്രമശ്രേഷ്ഠൻ വിളിച്ചു പറയുക, പിതാവേ നിക്ക്, ഞാനും വരിക നിന്റെ കൂടെ എന്ന് പറയും. അപ്പൊ ഇത് കേട്ടപ്പോൾ അവിടെ ഇരുന്ന ഈ ആശ്രമത്തിൽ ഈ ശ്രേഷ്ഠൻ മരിക്കാൻ കിടക്കുകയാണ്. ആശ്രമവാസികൾ വളരെ ഈ ധൈര്യത്തോടു കൂടി ആരോടാ ഇത് പറയുന്നതെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. ഈ ആശ്രമ ശ്രേഷ്ഠനോട് ചോദിച്ചു, ആരോടാ എന്താ ഈ പറഞ്ഞേന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, നമ്മുടെ പിതാവായ ഫ്രാൻസിസ് സ്വർഗത്തിലേക്ക് പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ ചോദിച്ചു. അദ്ദേഹത്തിന് ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ, ഞാൻ ആ കൂടെ പോവുകയാണെന്ന് പറഞ്ഞു. ഇത്ര പറഞ്ഞു, ഇദ്ദേഹം ഉടനെ മരിച്ചു. ഫ്രാൻസിസിന്റെ മരണത്തിന്റെ സ്വർഗത്തിലേക്ക് പോയതിന്റെ സാക്ഷ്യങ്ങളാ ഇത്. 2-ാമത്തെ സാക്ഷ്യമാണ്. 3-ാമത്തെ സാക്ഷ്യം, അസീസിയിലെ മെത്രാന് തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ട് മോന്തെ ഗോർഗോണി എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള വിശുദ്ധ മിഖായേലിന്റെ പള്ളിയിൽ ആ രാത്രിയിൽ തീർത്ഥാടനത്തിന് പോയി അവിടെ രാത്രിയിൽ വിശ്രമിക്കുകയാണ്. ആ പള്ളിയിൽ തീർത്ഥാടനം നടത്തി രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഫ്രാൻസിസ് പ്രത്യക്ഷപ്പെടുകയാണ്. ഫ്രാൻസിസ് രാത്രിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ സ്വർഗത്തിലേക്ക് പോവുകയാണ് പറഞ്ഞു. ഞാനിപ്പോൾ സ്വർഗത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. ഈ മെത്രാനച്ചൻ പിന്നെ ഉറക്കം കഴിഞ്ഞ് നേരം വെളുത്തപ്പോൾ ഫ്രാൻസിസിനെ കുറിച്ച് അന്വേഷിച്ചു. ഇങ്ങനെ ഫ്രാൻസിസ് പ്രത്യക്ഷപ്പെട്ടു, ആത്മാവ് പ്രത്യക്ഷപ്പെട്ടു. പിറ്റേ ദിവസം ഈ അവരോട് ചോദിച്ചു, ഫ്രാൻസിസിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഫ്രാൻസിസ് മരിച്ചെന്നറിയുന്നു. അതേ സമയം ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ മെത്രാനച്ചന് പ്രത്യക്ഷപ്പെട്ട പറഞ്ഞ അതേ സമയത്ത് മരിച്ച് ഭൗതിക ദേഹം വിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. സ്നേഹമുള്ളവരെ, ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ ഒരു ജീവിതം, ക്രിസ്തുവിന്റെ മനസ്സിന് ഇണങ്ങിയ ഒരു ജീവിതം. നമ്മളിവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും ശരി, ക്രിസ്തുവിന്റെ മനസ്സിന് ഇണങ്ങിയ വ്യക്തികളായിട്ട് നമ്മൾ മാറിയില്ലെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യവും ഇല്ല. അവിടെ ചെല്ലുമ്പോൾ പത്രോസ് പറയും, ഇങ്ങോട്ട് വരണ്ടെന്ന് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 13-ാമത്തെ അധ്യായം 22-ാമത്തെ തിരുലിഖിതം. അപ്പോസ്തല പ്രവർത്തനം 13-22 ഇതുപോലെ ദൈവത്തിന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു വ്യക്തിയെ കുറിച്ച് അവിടെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. യെസേദ് പുത്രനായ ദാവീദിൽ എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു.
യെസയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ മനസ്സിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ദാവീദിനെ കുറിച്ച് പറഞ്ഞു വെക്കുക, ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യൻ. ദാവീദിന്റെ ജീവിതം നമുക്കറിയാം. വ്യഭിചാരവും കൊലപാതകവും ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഗൂഢാലോചന നടത്തി വധിക്കാൻ വേണ്ടി, കൊലപാതകം നടത്താൻ വേണ്ടി എല്ലാം ആസൂത്രണം ചെയ്തതാണ്. 2 സാമുവേൽ 11 നമ്മളത് വായിക്കുന്നുണ്ട്. ഈ നിഷ്ഠൂരമായ ദൈവകൽപ്പനകൾ നിരസിച്ച് അധാർമിക ജീവിതം നയിച്ച ദാവീദിനെ കുറിച്ച് നമ്മൾ ബൈബിളിൽ കണ്ടുമുട്ടുന്നുണ്ട്. അതുപോലെ ദാവീദിന്റെ ജീവിതം മക്കൾ കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി ഓടിച്ചു വിട്ട ഒരു ജീവിതമാണ്. ഇതിനെക്കുറിച്ച് സാമുവേലിന്റെ 2-ാം പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായം 30-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. ദാവീദ് യുദ്ധമെല്ലാം ചെയ്ത് വിജയശ്രീയിലാണ് കൊട്ടാരത്തിൽ വരുമ്പോൾ മക്കൾ അദ്ദേഹത്തിനെതിരെ പടപൊരുതി. അദ്ദേഹത്തെ അവിടുന്ന് ആട്ടി പുറത്താക്കി. അദ്ദേഹം രാജാവെന്ന് ഓർക്കണം. രാജാവ് കൊട്ടാരത്തിൽ നിന്ന് മക്കളാൽ ശപിക്കപ്പെട്ടും അവരുടെ ആക്രമണവും അതുപോലെ കയ്യേറ്റവും എല്ലാം ഭയപ്പെട്ട് അവിടുന്ന് ഇറങ്ങി ഓടിയതിനെ കുറിച്ച് 2 സാമുവേൽ 15-30 പറയുകയാണ്. വചനം പറയുന്നത് ഇങ്ങനെയാണ്: ദാവീദ് നഗ്നപാതനായി തലമൂടി കരഞ്ഞുകൊണ്ട് ഒരു മലയുടെ കയറ്റം കയറി. അവനോട് കൂടെയുള്ളവരെല്ലാം തല മൂടിയിരുന്നു. അവരും കരഞ്ഞുകൊണ്ട് അവനെ പിന്തുടർന്നു. എന്ന് പറഞ്ഞാൽ മക്കൾ ഓടിച്ചു, വീട്ടിൽ ഇറക്കി ഓടിച്ചു കഴിഞ്ഞപ്പോൾ രാജാവ് ഓടുന്നത്. അത് രാജാവായതുകൊണ്ട് അപമാനമുണ്ട്, ക്ഷേമമുണ്ട്. അതുകൊണ്ട് തല മൂടി, തുണി കൊണ്ട് തല മൂടി കരഞ്ഞുകൊണ്ട്, ചെരിപ്പിടാൻ പോലും നേരം കിട്ടിയില്ല, നഗ്നപാതനായി ഓടി, കരഞ്ഞുകൊണ്ട് ഓടുകയാണ്. അങ്ങനെ ഒരു മലയുടെ കയറ്റം കയറി രക്ഷപ്പെടാൻ വേണ്ടി മക്കൾ ഓടിക്കുമ്പോൾ അദ്ദേഹം ഓടി രക്ഷപ്പെടാൻ പോവുകയാണ്. അടുത്ത അധ്യായത്തിൽ പറയുന്ന കാര്യമുണ്ട്. 2 സാമുവേൽ 16-13 പറയുന്നുണ്ട്. മക്കൾ ഓടിച്ചപ്പോൾ അതുവരെ രാജാവിന്റെ ഭൃത്യൻ അവൻ ചെയ്ത പരാക്രമം പീഡ എന്താന്ന് ഇവിടെ പറഞ്ഞു വെക്കണം. അതിനെ പറയുക, ദാവീദിന്റെ വഴിക്ക് സമാന്തരമായി ശിമേയും നടന്നു. അവൻ ശപിക്കുകയും കല്ലും മണ്ണും മാരി എറിയുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ രാജാവിന് അതുവരെ എല്ലാം ചെയ്തു കൊടുത്ത ഭൃത്യൻ മക്കളെ ഓടിച്ച് പരാജിതനായി കൊട്ടാരം വിട്ട് ഓടിയപ്പോൾ മക്കളുടെ കൂടെ കൂടി ഈ അപ്പൻ ഓടിക്കൊണ്ട്, ഈ ദാവീദ് ഓടുമ്പോൾ സമാന്തരമായി ഓടിക്കൊണ്ട് നിലത്ത് നിന്ന് ഇവൻ ശപിക്കുന്നു. നിലത്ത് നിന്ന് കല്ലും മാരും മണ്ണും ഇതെല്ലാം വാരി ദാവീദിന്റെ തലക്കെട്ട് എറിഞ്ഞു എന്ന് ദൈവത്തിന്റെ വചനം പറയാം. എന്ന് പറഞ്ഞാൽ അത്രമാത്രം അപമാനഭാരവും അതുപോലെ തന്നെ പീഡനവും മക്കളുടെ അപഹാസ്യതയും നാട്ടുകാരുടെ മുമ്പിൽ, തൻ്റെ പ്രജയുടെ മുമ്പിൽ വളരെ സങ്കടപ്പെടുത്തുന്നതായിട്ടുള്ള അനുഭവങ്ങളിലൂടെ ഓടിയ ദാവീദ്, അത് ദാവീദിന് വേറൊരു വശം, തിന്മ ചെയ്തത് വേറെ വശം. ഇങ്ങനെയുണ്ടായിരുന്ന ഈ ദാവീദിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 13-22 പറയും, യെസയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു വ്യക്തിയെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് എന്ത് വിരോധാഭാസമല്ലേ? സമൂഹത്തിൽ വിലയുണ്ടോ? കുടുംബത്തിൽ വിലയുണ്ടോ? സമൂഹത്തിൽ വിലയില്ല, കുടുംബത്തിൽ വിലയില്ല, നാട്ടുകാരുടെ മുമ്പിൽ വിലയില്ല. ഇങ്ങനെയുള്ള ഒരുവനെ കുറിച്ച് ദൈവത്തിന് വചനം പറയുക, എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു വ്യക്തിയെ ഞാൻ ഇവനെ കണ്ടു. സ്നേഹമുള്ളവരെ, കുടുംബത്തിൽ വില കാണില്ല, സമൂഹത്തിൽ വില കാണില്ല, അല്ലെങ്കിൽ അപമാനഭാരം, അപകടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ, ശപിക്കപ്പെട്ട ജന്മമെന്ന് അനേകർ വിധി എഴുതിയാലും നിന്റെ ജീവിതത്തെ ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു ജീവിതമാക്കി മാറ്റാൻ പറ്റുമെന്ന് ദാവീദിന്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് കാരണമുണ്ട്. വ്യഭിചാരവും കൊലപാതകവും എല്ലാം ചെയ്ത് പാപത്തിന് ഏറ്റവും മ്ലേച്ഛത പ്രവർത്തിച്ച ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കുടുംബത്തിൽ നിന്ന് ഇറക്കി ഓടിച്ച് അപമാനഭാരം സഹിക്കേണ്ടി വന്ന വ്യക്തിയുടെ ജീവിതം ദൈവത്തിന് പ്രിയപ്പെട്ട ജീവിതം ആയി മാറിയെങ്കിൽ ഇത്തരം ഭാവമുണ്ടോ? നമുക്ക് ഉണ്ടോ? ഈ ദാവീദിന്റെ ഗതികേടോ അല്ലെങ്കിൽ പാപസാഹചര്യം ഉണ്ടോ? അല്ലെങ്കിൽ അതുപോലെ ആരെങ്കിലും കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടോ? ചിലപ്പോൾ സമയത്ത് കഞ്ഞി തന്നില്ലെന്ന് വരുമായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. അതിനപ്പുറത്തെ വലിയ വിഷയം വല്ലതും ഉണ്ടോ? ഈ ദാവീദിന് വന്ന ഗതികേടുണ്ടോ? ഈ ഗതികേടൊന്നും നമുക്കില്ല.
പക്ഷെ അങ്ങനെയുള്ള ഈ ഗതികേടിലൂടെ പോയ ഈ വ്യക്തിയുടെ ജീവിതം ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ജീവിതമായി മാറാൻ ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അത് സങ്കീർത്തനം 51 നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. സങ്കീർത്തനം 51 ദാവീദ് അത് 2-3 വചനങ്ങൾ 3-4 വചനങ്ങൾ പറയുകയാണ്, എന്റെ പാപം എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്, അങ്ങേക്കെതിരായി അങ്ങേക്ക് മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു, അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു, അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിന് ഞാൻ നീതിയുക്തനാണ്. ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് തൻ്റെ പാപം ഏറ്റുപറയുന്നു. തുടർന്ന് 7-ാമത്തെ വചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്, കിസോപ്പ് കൊണ്ട് എന്നെ പൗത്രീകരിക്കണമേ, ഞാൻ നിർമ്മലനാകും, എന്നെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനായിട്ട് മാറും. തുടർന്ന് 11-12 വചനങ്ങൾ ഇങ്ങനെ പറയുകയാണ്, അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. അപ്പൊ ദാവീദ് പാപം ഏറ്റുപറഞ്ഞ് അനുതപിച്ച് ദൈവസന്നിധിയിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്റെ ഹൃദയത്തെ നിർമ്മലമാക്കണമേ എന്നും പരിശുദ്ധാത്മാവിനെ തന്നിൽ നിന്ന് എടുത്തു കളയരുത് എന്നും തിരുസന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുത് എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനയിലൂടെ ഹൃദയം നിറഞ്ഞ, ആത്മാർത്ഥത നിറഞ്ഞ, അനുതാപം നിറഞ്ഞ പ്രാർത്ഥനയിലൂടെയും ഏറ്റുപറച്ചിലൂടെയും ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു വ്യക്തിയായി ദൈവം അവന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയെങ്കിൽ ഇന്ന് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് ഇണങ്ങിയ ജീവിതമായി രൂപാന്തരപ്പെടുത്താൻ നമുക്ക് പറ്റും. എത്രമാത്രം പാപങ്ങൾ വന്നാലും തിന്മ ജീവിതത്തിൽ കടന്നു വന്നാലും അനുതപിച്ചേറ്റ് പറയുമ്പോൾ, ദൈവസന്നിധിയിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ഹൃദയത്തെ നൈർമല്യത്തോടെ കാത്തു സൂക്ഷിക്കുമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ മാനസാന്തരത്തിന്റെ വഴികൾ ജീവിതത്തിൽ പുഞ്ചെല്ലുമ്പോൾ, അതുപോലെ തന്നെ നവീകരിക്കപ്പെടാൻ ആഗ്രഹിച്ച് പാപം ഏറ്റുപറയുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനായി നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തും. പറഞ്ഞേ ഹല്ലേലൂയ. വലതുകൈ പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം തന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ ഒരു ജീവിതമാണ്. 20 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ തിന്മയുടെ എല്ലാ വഴികളിലൂടെയും സഞ്ചരിച്ച് ലോകത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ച വ്യക്തി 20-ാമത്തെ വയസ്സിൽ ദൈവിക ദർശനമുണ്ടാകുന്നു, ദൈവിക തിരിച്ചറിവുണ്ടാകുന്നു, ജ്ഞാനം കിട്ടുന്നു. ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ വ്യക്തിയായി തന്റെ ജീവിതത്തെ മാനസാന്തരപ്പെടുത്തിയപ്പോൾ ആ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്, ഒരു മാതൃകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇന്ന് ഈ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം നമ്മൾ ഇന്ന് പ്രത്യേകമായി ചിന്തിക്കുമ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചാലും, ഏതെല്ലാം അപകർഷതാബോധത്തിലൂടെ പോയാലും, ഏതെല്ലാം വിധത്തിൽ അവകാശിയായി തീർന്നാലും, നാട്ടുകാരൻ വീട്ടുകാരുടെ മുമ്പിലാണെങ്കിലും, അതുപോലെ പാപത്തിന്റെ മ്ലേച്ഛതകൾ ജീവിതത്തിൽ കുമിഞ്ഞുകൂടിയാലും, വീണ്ടും ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു വ്യക്തിയായി ഈ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ പറ്റുമെന്ന് ഒരു സാക്ഷ്യമായി ഫ്രാൻസിസിന്റെ ജീവിതം ഇന്ന് നമ്മുടെ മുമ്പിൽ വിളങ്ങി ശോഭിക്കുകയാണ്. ഈ തിരുനാൾ നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്തായി മാറണമെങ്കിൽ തീക്ഷ്ണതയുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. തീക്ഷ്ണതയുള്ള ഒരു ജീവിതം, ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ജീവിതം നയിക്കുന്നവർക്ക് തീക്ഷ്ണത ജീവിതത്തിലുണ്ടാവും. ആത്മീയ കാര്യങ്ങൾ തീക്ഷ്ണതയുള്ളൂ. ആത്മീയ ശുശ്രൂഷകളെ സ്നേഹിക്കാൻ പറ്റും, ദൈവവചനം വായിക്കാൻ പറ്റും, പ്രാർത്ഥിക്കാനുള്ളൊരു അഭിഷേകം കിട്ടും. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് കർത്താവിന് സമർപ്പിച്ച് വിശുദ്ധ ഫ്രാൻസിസിന്റെ മാധ്യസ്ഥത നമുക്ക് ശക്തിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ വ്യക്തികളായി നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താൻ ഫ്രാൻസിസിൽ വിളങ്ങിയ ദൈവിക തീക്ഷ്ണത, കൂദാശകളോടുള്ള തീക്ഷ്ണത, ആത്മീയ ശുശ്രൂഷകളോടുള്ള തീക്ഷ്ണത, ഇതെല്ലാം നമ്മുടെ ജീവിതങ്ങളിൽ ലഭിക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം, ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ഹൃദയങ്ങൾ നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന് സമർപ്പിച്ച് തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിച്ച് കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരായി നമ്മുടെ ജീവിതങ്ങൾ ഉയർത്തപ്പെടാൻ വേണ്ടി നമുക്ക് ഈ നിമിഷത്തിൽ വളരെ എളിമയോടെ, അനുതാപത്തോടെ, ആഴമേറിയ അനുതാപത്തോടെ കർത്താവിനെ നമുക്ക് വിളിക്കാം. നമുക്ക് 2 കരങ്ങൾ ഉയർത്തി
കർത്താവിനെ നമുക്ക് ആരാധിച്ച് തീക്ഷ്ണത കൊണ്ട് നിറഞ്ഞ ദൈവത്തിന്റെ ഹൃദയത്തിന് ഇണങ്ങിയ വ്യക്തികളായി നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടാൻ ആഗ്രഹിച്ച് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന. യേശുവേ